ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ പറയുക, ഇന്നിപ്പോൾ വീടൊക്കെ ഒന്ന് മൊത്തത്തിലാണ് വൃത്തിയാക്കി എടുക്കാൻ എഴുതിയിട്ടോ. അപ്പോൾ അതാ മക്കൾക്കൊന്നും ഇപ്പോൾ ലീവുള്ള ദിവസമാണ്. അപ്പോൾ റാക്കിൻ്റെ മോളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി തരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ അപ്പൂസിനാണെങ്കിൽ ഈ പൊടിയൊന്നും വരില്ല കേട്ടോ, അലർജീൻ്റെ പ്രശ്നം, ഭയങ്കര തുമ്പലാവും, പിന്നെ മുഖവും കണ്ണൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് ആകതാവും കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തരാം, നിങ്ങൾ പിന്നെ മാറാലൊക്കെ തട്ടിക്കൊള്ളി പറഞ്ഞിട്ട്. അപ്പോൾ സോനൂട്ടിനെ ഞാൻ റാക്കിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടോ, കാരണം റാക്കിൻ്റെ മുകളിൽ കുറേ കച്ചറകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് താഴ്ത്തിക്കിട്ട് അതൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ മാറാലുണ്ട്, അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ഒതുക്കി വെച്ച് തരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ സോനൂട്ടിനാണ് അതിൻ്റെ മുകളിൽ കയറ്റി. അപ്പോൾ അത് റാക്കിൻ്റെ മുകളൊക്കെ തട്ടിക്കൊട്ടി കഴിഞ്ഞത് ആ ഫാനിൻ്റെ മുകളൊക്കെ നിറച്ചും കരിയും പുക പിടിച്ചിട്ട് കരിയും അതുപോലെ മാറാലൊക്കെ ഇതായിരുന്നു കേട്ടോ. അടുപ്പ് പുറത്താണ്, പക്ഷേ പുക മൊത്തം വരുന്നത് അകത്തേക്കാട്ട് വരിക. അപ്പോൾ അത് ഒരു സൈഡൊക്കെ അമ്മ ഇതാ തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ വരുന്നത്, അപ്പം വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ 2 ദിവസം വെച്ചിട്ടിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണത്, കാരണം കുറച്ചൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിച്ചു, ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ നേരത്തിട്ടോ. അപ്പോൾ അത് അമ്പാടി നല്ല കുട്ടിയായിട്ട് ഇരിക്കണം, എന്താ പറയുക, ഞാൻ ചീത്ത പറഞ്ഞിട്ട് വന്നിരിക്കട്ടോ, തെറ്റിയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താ പറയുക, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആ തോട്ടിലേക്ക് പോയിട്ട് വെള്ളത്തിൽ കളിക്കുക. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞ് ഇവിടെ കൊടുന്നിരുത്തിയത്, ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടി കിട്ടുന്ന പറഞ്ഞപ്പോഴേ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട് ആൾ. അപ്പോൾ അതാ ഇനിയിപ്പോൾ മാറാലൊക്കെ അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കട്ടോ. മേലെ റാക്കൊക്കെ തട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴത്തുള്ള മാറാലൊക്കെയാണ് തട്ടുള്ളത്. ഈ മാറാലട്ടലാണ് ഏറ്റവും വലിയ പണി കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് മാറാല തട്ടലുണ്ട്, അടിച്ചു വരുമ്പോഴൊക്കെ തട്ടലുണ്ട്. കാരണം ഈ പുക വന്നിട്ടേ അതാണ് ഏറെ മാറാല വേഗം വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ നില അടിച്ചു വരുന്ന ചുരുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ മാറാല ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തട്ടുമ്പോൾ നല്ല ഇതാട്ടോ, വേഗം മാറാലൊക്കെ പോരും. അപ്പോൾ അങ്ങനെ മാറാലട്ടിലൊക്കെ കഴിഞ്ഞ് ഇതാ ഇനിയിപ്പോൾ റാക്കൊക്കെ ഒന്ന് ജനലും വാതിലൊക്കെ ഒന്ന് തട്ടാണ് കേട്ടോ. ജനലും വാതിലിൻ്റെയും അഴിയാളൊക്കെ പൊടിയൊക്കെ തട്ടിക്കൊട്ടാനാണ് പണി. അപ്പോൾ എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു, ഏട്ടയ്ക്ക് ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ തട്ടിക്കൊട്ടാൻ, ജനലും വാതിലൊക്കെ തട്ടിക്കൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബ്രഷ് കൊണ്ടൊക്കെ തട്ടിക്കൊട്ടുമ്പോൾ വേഗമാണ് പോകും കേട്ടോ മാറാല മാത്രമല്ല, പൊടിയാണ്, ഭയങ്കര പൊടിയാണ് കേട്ടോ. പിന്നെ നിലമൊന്നും അവിടെ തേച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഈ അടിച്ചു വരുമ്പോഴൊക്കെ ആ പൊടിയൊക്കെ ജനലിൽ വന്നിട്ടല്ലേ പറ്റിയിരിക്കുക. അപ്പോൾ 2 ദിവസം ആഴ്ചയിലൊക്കെ ഞാൻ തട്ടലൊക്കെ ഉണ്ട്, വൃത്തിയാക്കലൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട് ഇനി മൊത്തം നിലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാവും കേട്ടോ. അപ്പോൾ ജനലിൻ്റെ ഒക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഇനി ഒക്കെ തുടച്ചെടുക്കാനാട്ടോ ഉള്ളത്. അപ്പോൾ ഇനി ഒക്കെപ്പാടെ ഒരുമിച്ച് ചെയ്യണമെന്നില്ല, മാറാല തട്ടിൽ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. മാറാല തട്ടിൽ ഒരു ദിവസം കൊണ്ട് ചെയ്ത പിന്നെ പിറ്റേ ദിവസം പിന്നെ ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്താൽ മതി. കുറേ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ റൂമുകളൊന്നും ഇല്ല കേട്ടോ, ആകെ ഒരു റൂമും ഒരു അടുക്കളയും സിറ്റൗട്ട് ഹാളും ഉള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം ഇങ്ങോട്ട് ചെയ്യാം വയ്യ. അപ്പം ഞാൻ എന്താ പറയുക, കുറച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അമ്പാടിക്ക് മാങ്ങ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ചെത്തി കൊടുത്ത് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കട്ടെ അമ്പാടി. കടയിൽ നിന്ന് വാങ്ങി കൊടുന്നാട്ടോ മാങ്ങ, അവിടെ വീട്ടിലുള്ള വീട്ടിലത്തൊക്കെ മാങ്ങ കഴിഞ്ഞു. അപ്പം അങ്ങനെ മൊത്തം മാറലാട്ടിൽ കഴിഞ്ഞു. ഇനി ഒന്ന് തുടച്ചെടുക്കാനുണ്ട്, അതുപോലെ കുറച്ച് കുപ്പിയാളും സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ മാറാലട്ടിലൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്, അപ്പം ഞാൻ അവർക്ക് ചായ കൊടുക്കണം. അപ്പോൾ എല്ലാതും ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മാറാല തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുടച്ചിട്ടാൽ മാത്രം മതി, ജനലും വാലൊക്കെ തുടച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി തരട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.